ഹലോ, നമുക്കിന്ന് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടൊരു എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോ. ഞാൻ കുക്കറിലാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഗീ ഒഴിച്ചു. ഗീയിലോട്ട് സവാള ഇട്ടു. നിങ്ങൾക്ക് ഗീക്ക് പകരം ഓയിലോ ഡാൽഡോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ഇടാം. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീവ്സ്, കാഷ്യൂനട്ട്, മുന്തിരി ഇതൊക്കെ ഇട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് റൈസിന് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ റൈസ് സ്റ്റിക്ക് ആവാതിരിക്കാൻ നമുക്ക് കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞ് ചേർക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ ചേർത്തേക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കതിലോട്ട് അരി ആഡ് ചെയ്യാം. എന്നിട്ട് കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡിയാവും. ആ ഗ്യാപ്പിൽ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിൻ്റെ പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. അതിലോട്ട് സവാള അരിഞ്ഞത് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ സവാള വേഗം നമുക്ക് വഴണ്ട് കിട്ടും. അതിലോട്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, മല്ലിയില, പുതിനയില ഇതൊക്കെ ആഡ് ആക്കാം. ഇതെല്ലാം വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മുടെ മസാലാസ് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല ഓർ ഗരം മസാല, ഇനി ചിക്കൻ മസാല വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. കൂടെ പെപ്പർ പൗഡറും സോൾട്ടും കൂടി ആഡ് ചെയ്യാം. മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ അതിലോട്ടൊരു സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ മസാല റെഡിയാവാൻ. മീൻ ടൈമിൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാലയിലോട്ട് ഈ റൈസ് ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മുട്ട ഞാൻ പുഴുങ്ങി വെച്ചത് അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മുട്ട പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് വേണം മിക്സ് ചെയ്യാൻ. മസാലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് റൈസിലോട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ എഗ് ബിരിയാണി റെഡി. അപ്പോൾ ഓക്കെ, ബൈ.